എന്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഹോസ്റ്റൽ മേറ്റ്സിന് 2-3 ആൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു റൂം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് റൂം പോലെ ഒരു വലിയ റൂമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച CBSE സ്കൂളിനേക്കാൾ സ്ട്രിക്റ്റ് ആണ്. നല്ലോണം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല, മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. ഓൺലൈനിൽ അവർ പ്രൊവൈഡ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനായിരിക്കും. അപ്പൊ എല്ലാവരെയും നമ്മൾ കാണണമെന്ന് വാശി പിടിച്ചാൽ അവിടെ കാണാൻ പറ്റില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദ മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് ദ മോസ്റ്റ് സ്പെഷ്യൽ വീഡിയോ ഓഫ് മൈ ചാനലാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. മൈ ബ്രില്യൻ സ്റ്റോറി. കുറെ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ അവിടെ പോകാൻ പറ്റുമോ, അവിടെ കൊല്ലുമോ, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ചേട്ടാ ഒരു കൊല്ലം അവിടെ പഠിച്ചല്ലേ, എങ്ങനെ സർവൈവ് ചെയ്തു, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയുള്ള പലതരത്തിലുള്ള ഡൗട്ട്സ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ എല്ലാ ഡൗട്ട്സും പരിഹരിക്കാൻ ഞാൻ അവിടെ ഒരു കൊല്ലം പഠിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച എന്തൊക്കെയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ് എനിക്ക് തോന്നിയത്, അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് എനിക്ക് തോന്നിയത്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോവാണ്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്റെ റിപ്പീറ്റ് കാലഘട്ടം എങ്ങനെയായിരുന്നു, എന്റെ ഓൺലൈൻ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഞാൻ ഓൺലൈൻ പ്രിപ്പയർ ചെയ്തിട്ടോ എനിക്ക് നീറ്റ് കിട്ടാണ്ടായി പോയെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് മൈ ബ്രില്യൻ സ്റ്റോറി പാർട്ട് 1 എന്ന് പറഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയി കണ്ടിട്ട് വരിക, ഒരു കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ, ഒരു കഥ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടറിയാം. അപ്പൊ എന്റെ റിപ്പീറ്റർ കാലഘട്ടം അല്ലെങ്കിൽ മൈ ബ്രില്യൻ സ്റ്റോറി, മൈ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല സ്റ്റോറിയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എന്റെ പാലയത്തെ ഒരു ജേണി ആരംഭിക്കുന്നത് 2022 സെപ്റ്റംബറിലാണ്. ഒരു സെപ്റ്റംബറിൽ ആണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് R39 എന്ന് പറഞ്ഞ ഒരു ബാച്ചിലാണ്. ഫസ്റ്റ് നമുക്ക് ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഈ ക്ലാസിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഹോസ്റ്റലിലേക്ക് കിടക്കാം, ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഫെസിലിറ്റീസ് എന്നൊക്കെ ജസ്റ്റ് പറയാം. അങ്ങനെ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. റിപ്പീറ്റിന് ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടിയില്ല, റിപ്പീറ്റിന് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരുത്തി. അപ്പൊ അന്ന് തൊട്ട് തുടങ്ങിയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യണം, എനിക്ക് ഒരു നല്ല MBBS സീറ്റ് കിട്ടണം, എനിക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിക്കണം, ഒരു വൈറ്റ് കോട്ടോ സ്റ്റെത്തൊക്കെ ഇട്ട് അച്ഛന്റെ മുന്നിലും വരസി നടക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അന്നൊട്ട് വരാൻ തുടങ്ങിയാണ്. അപ്പൊ ആ ചിന്തകൾ എനിക്ക് സാക്ഷാത്കരിച്ച് തന്നത് എന്റെ ഈ ഒരു കൊല്ലത്തെ റിപ്പീറ്റ് കാലഘട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ബ്രില്യന്റ് തന്നെ വിളിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ എനിക്കൊരു ബാച്ച് അസൈൻ ചെയ്ത് കിട്ടാണ്. R39 ബാച്ച് ആയിരുന്നു എന്റെ ബാച്ച്. ഞാൻ പറഞ്ഞ പോലെ ബാച്ചിന്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, ആ ഒരു ബാച്ച് ടീച്ചറിന്റെ പേരാണ് നീതു മിസ്. അപ്പൊ കുറെ അധികം ഓർമ്മകളും കുറെ അധികം എന്റെ ഒരു കൊല്ലക്കാലം മൊത്തം ആ ഒരു ബാച്ചിലായിരിക്കും അല്ലെ. അപ്പൊ കുറെ അധികം ഓർമ്മകളും എനിക്ക് കുറെ അധികം പാഠങ്ങളും ഒക്കെ തന്ന ഒരു ക്ലാസ് ആയിരുന്നു R39 ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു ക്ലാസ് സിസ്റ്റത്തിനെ പറ്റി ജസ്റ്റ് പറയാം. നമുക്ക് ആദ്യം ഒരു ക്ലാസ് അസൈൻ ചെയ്ത് തരും. ആ ക്ലാസ് ടീച്ചർ ആയിരിക്കും ആ ഒരു കൊല്ലം നമ്മുടെ ഓൾ ഇൻ ഓൾ, നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മൾ പഠിക്കുന്നുണ്ടോ, നമ്മളെ മാർക്ക് എത്രയാണ്, നമുക്ക് എന്തെങ്കിലും വയ്യാത്താവുമ്പോ പേരൻസിനെ വിളിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുക ആ ഒരു ഒറ്റ മേഡായിരിക്കും. ആ ഒരു മേഡത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ടീച്ചറിനോട് ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു അമ്മേനെ പോലെ, ഒരു ചേച്ചിനെ പോലെ, ചെറിയൊരു മേഡാണ്, ഒരു ചേച്ചിനെ പോലെ അല്ലെങ്കിൽ അമ്മേനെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കുക ആ ഒരു മേഡായിരുന്നു. അപ്പൊ ഇപ്പോഴും എന്റെ ഈ ഒരു വിജയത്തിന് ഏറ്റവും വലിയ റോൾ ആരെന്ന് വെച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും നീതു മേഡം തന്നെയാണെന്ന് പറയും. ബ്രില്യന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പൊ ഡേ 1 തൊട്ട് ഡേ 365 വരെ അല്ലെങ്കിൽ നീറ്റ് എക്സാം ഹാളിൽ കുട്ടി കയറുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡേ 1 തന്നെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യും. എല്ലാ സ്കെഡ്യൂളും കറക്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ ഒരു സ്കെഡ്യൂൾ പോലും അവിടെ തെറ്റിയാൻ കണ്ടില്ല. ബ്രില്യന്റിൽ എത്തിയപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഓൺലൈനിൽ കണ്ട പല പ്രൊഫസേഴ്സിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമല്ലോ, അവരെ നേരിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിരിക്കും, അവരെ നേരിട്ട് കാണാനോ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും വർത്താനം പറയാനോ ഒക്കെ ഉള്ള വലിയ വലിയ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ. അപ്പം അവിടെ എത്തിയപ്പോൾ റിയലൈസ് ചെയ്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പഠിപ്പിക്കുന്ന എല്ലാ സാറുമാരെയും അല്ലെങ്കിൽ ഓൺലൈൻ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാരും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഓൺലൈനിൽ അവർ പ്രൊവൈഡ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനായിരിക്കും. അപ്പൊ എല്ലാവരെയും നമ്മൾ കാണണമെന്ന് വാശി പിടിച്ചാൽ അവിടെ കാണാൻ പറ്റില്ല. നമുക്ക് കുറച്ച് മാഡംമാരുണ്ടാവും. പിന്നെ ഈ ഒരു അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആയിരിക്കും. ഒരു മാസം അവർ പാലയിലാണ് അവർക്ക് ഡ്യൂട്ടി എങ്കിൽ അവർ അടുത്ത മാസം ചിലപ്പോൾ കോഴിക്കോടോ അല്ല അടുത്ത മാസം കണ്ണൂരോ വേറെ സ്റ്റഡി സെന്ററിൽ ഇങ്ങനെ മാറി ഡ്യൂട്ടി എടുക്കുന്നവരായിരിക്കും. അപ്പൊ എല്ലാ പ്രോസസ്സിനൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, എനിക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ചില പ്രോസസ് ഉണ്ട്, ഓൺലൈനിൽ പേര് കേട്ട ചില പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഓൺലൈനിൽ കണ്ട പ്രോസസ് എനിക്ക് ഒരു ഡ്രീം പോലെ നേരിട്ട് അവരുടെ ക്ലാസ്സിലിരുന്നു. ഭയങ്കര ക്ലാസ് ആണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര അറിവുള്ള, ഭയങ്കര NCERT കലക്കി കുടിച്ച ക്ലാസ് തന്നെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഡിജിറ്റൽ ബോർഡ് ഉണ്ട്, നല്ല ഫാൻ ഉണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്, നല്ല സൗകര്യങ്ങളോടുള്ള ക്ലാസ് മുറിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം പഠന സൗകര്യങ്ങൾക്കോ അപ്പൊ നമ്മൾ പഠിക്കാൻ ഭയങ്കര ഒരു വെമ്പി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു പഠിക്കാനുള്ള ഒരു മൂഡ് മാത്രം അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി മാത്രം അല്ലെങ്കിൽ ഒരു പുഷ് മാത്രമാണ് വേണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ആണ് ബ്രില്യന്റ്. എല്ലാ കോച്ചിങ് സെന്ററും നല്ലോണം പുഷ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് എന്റെ കേസ് പറയുകയാണെങ്കിൽ എന്റെ ഒരു വിജയത്തിന് ബ്രില്യന്റ് വഹിച്ച പങ്ക് വലിയ ഒരു റോള് തന്നെയാണ്. അപ്പൊ എനിക്ക് ആ ഒരു പുഷ് വേണമായിരുന്നു, എനിക്കൊരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് വേണമായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രില്യന്റ്. അപ്പൊ ബ്രില്യന്റ് വേറൊരു സവിശേഷത പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓഫ്ലൈനിൽ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയി തോന്നിയത് അവിടുത്തെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണ്.
ഞാൻ ഒരു കൊല്ലം ഓൺലൈനിലാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല കംഫർട്ടിംഗ് ആയിട്ട് വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ നമ്മൾ വേണ്ട പോലെ പഠിക്കുക, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ അമ്മേന്റെ അച്ഛന്റെ ഇടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് മെല്ലെ പഠിച്ചാൽ മതി. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, നല്ല നല്ല റിസൾട്ട് ഉള്ള, നല്ല നല്ല റാങ്ക് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള എല്ലാ കുട്ടികളും ഒരു ബ്രില്യന്റ് സ്ഥാപനത്തിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. എല്ലാ കുട്ടികളും ആ ഒരു ഡ്രീമിലേക്ക്, ആ ഒരു MBBS എന്ന് പറഞ്ഞ ഡ്രീമിലേക്ക് ഡിറ്റർമൈൻഡ് ആയിട്ട് ആ ഒരു ഒറ്റ ഫോക്കസോടെ നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ബേജാറും, നമുക്ക് തന്നെ ഇങ്ങനെ നടന്നാൽ പോരാ, ഇതൊന്നും നല്ല ശരിയാവാം, നല്ലോണം നടക്കണം, നല്ലോണം പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പം ആ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ്ഡ് എൻവയോൺമെന്റ് ഈ ഒരു ജേണിയിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് വഹിച്ചത്. അപ്പൊ നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ് ചുറ്റിലും പോയിട്ട് ലൈബ്രറി പോവാണ്. അപ്പൊ അതുവരെ ഒന്നും +2 അല്ല, റിപ്പീറ്റ് ചെയ്യുന്നവരെ ലൈബ്രറിയുടെ പരിസരത്തേക്ക് പോകാത്ത ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെടുകയാണ്. കൂടെ ഉള്ളവരൊക്കെ ലൈബ്രറിയിൽ പോകുന്നു, അത് നോർമലൈസ് ആണ്. അവിടെ നമ്മളൊക്കെ വിചാരിക്കില്ല ലൈബ്രറി പോകുമ്പോൾ ചെറിയ ചമ്മൽ ഉണ്ടാവും, നമ്മൾ പഠിപ്പിക്കാന്ന് വിചാരിക്കും. അവിടെ എല്ലാവരും പഠിപ്പിയാണ്, അവിടെ നമ്മളും പഠിപ്പിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരികയാണ്. ആദ്യമായിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ രസമായിരിക്കില്ല, ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടൂല എന്ന് ആലോചിച്ച് നമ്മൾ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ടോട്ടലി നമ്മൾ ഒന്ന് ബെറ്റർ ആവാണ്. അപ്പൊ എനിക്ക് റിപ്പീറ്റ് കാലഘട്ടത്തിനേക്കാളും ഏത് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഞാൻ റിപ്പീറ്റിന് അവിടെ ഒരു ഹോസ്റ്റലിൽ പോയതുകൊണ്ട് എനിക്ക് ഇംപ്രൂവ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വീക്ക്ലി എക്സാം, അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഞാൻ പറയും അവിടുത്തെ എക്സാം അല്ലെങ്കിൽ വീക്ക്ലി എക്സാം തന്നെയാണെന്ന്. ഓരോ വീക്കിലും കൃത്യമായിട്ട് ഓരോ ഇന്ന ചാപ്റ്റേഴ്സ് വരും അല്ലെങ്കിൽ ഇന്ന യൂണിറ്റ് വരും. ആ യൂണിറ്റിന്റെ എക്സാംസ് അവിടെ നടന്നിരിക്കും. ആ ഒരു യൂണിറ്റിന്റെ എക്സാം ഒരു നീറ്റ് എന്ന മോഡ് പോലെ, ഒരു നീറ്റ് എഴുതാൻ പോകുന്ന പോലെ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. നല്ലോണം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല, മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല, റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. വലിയ കാര്യത്തിൽ റിപ്പീറ്റർ ആണ് അല്ലെങ്കിൽ ഈ കൊല്ലം MBBS വേണം എന്ന് പറഞ്ഞാൽ അവിടെ വരെ പോയിട്ട്, ആ പാല വരെ പോയിട്ട് അവിടെ വരെയൊക്കെ പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റ് വീട്ടിലേക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ പോയാൽ അർത്ഥമല്ല. അപ്പം ഓരോ എക്സാമും നീറ്റ് എക്സാം ആണ്. ഓരോ വീക്ക്ലി എക്സാം നീറ്റ് എക്സാം പോലെ എഴുതണം എന്നുള്ളതുകൊണ്ട് അവിടുത്തെ വീക്ക്ലി എക്സാം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അവിടുത്തെ ടാർഗറ്റ് എന്തായി, നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് നമ്മൾ മെല്ലെ മെല്ലെ മറന്നിട്ട് നമ്മൾ ഓരോ വീക്ക്ലി എക്സാമിലും നല്ല നല്ല ഷാർപ്പ് ആവാൻ, അല്ലെങ്കിൽ ഈ വീക്ക്ലി എക്സാമിൽ നമുക്ക് കിട്ടിയ മാർക്കിനേക്കാൾ ഒരു നല്ല മാർക്ക് അടുത്ത വീക്ക്ലി എക്സാമിൽ കിട്ടണം എന്നുള്ള രീതിക്ക് പഠിക്കാൻ തുടങ്ങി. എക്സാംസ് കഴിഞ്ഞുള്ള യൂഷ്വൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വൈകുന്നേരം ഒരു റാങ്ക് ലിസ്റ്റ് വരികയാണ്, നമ്മുടെ നമ്പറിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികൾ പാരന്റ്സിന്റെ നമ്പർ ആയിരിക്കും കൊടുത്തത്, ആ പാരന്റ്സിന്റെ നമ്പറിലേക്ക് റാങ്ക് ലിസ്റ്റ് വരികയാണ്. അപ്പൊ നമുക്ക് A റാങ്ക്, A+ റാങ്ക്, B റാങ്ക്, B+ റാങ്ക്, അങ്ങനെ പല റാങ്കുകൾ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇപ്രാവശ്യം നല്ല റാങ്ക് ആണല്ലോ, ഈ പ്രാവശ്യം നല്ല മാർക്കാണല്ലോ, അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്താ പറ്റിയ എത്ര നല്ല റാങ്ക് ഇല്ലല്ലോ. അപ്പം ആ ഒരു ഇത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം പഠിക്കുക ചെയ്യും. അപ്പം അവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം വീക്ക്ലി എക്സാം തന്നെയായിരുന്നു. പിന്നെ വീക്ക്ലി എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടുന്ന കുട്ടികളെ പ്രൊഫസേഴ്സ് വരും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വരും, ഒരു മീറ്റിംഗ് എന്ന പോലെ ക്ലാസ്സിൽ വന്നിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിനെ നോക്കുന്നത് ജോർജ് സാർ ആയിരുന്നു. അപ്പൊ ജോർജ് സാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലേക്ക് വരും. അപ്പൊ റാങ്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ 2-3 കുട്ടികൾ ഉണ്ടാവും, എപ്പോഴും ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 ഒക്കെ ഉണ്ടാവുന്നത്. ആ കുട്ടിയൊക്കെ എപ്പോഴും ഗിഫ്റ്റ് കിട്ടും. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദിവസം അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു A+ ബാച്ചിലെങ്കിലും വരണം എന്നുള്ള രീതിക്ക് നമ്മൾ നല്ലോണം പഠിക്കാൻ തുടങ്ങുകയാണ്. അതൊക്കെയാണ് ആ ഒരു എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ. അങ്ങനെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു, എക്സാംസിനെ പറ്റി പറഞ്ഞു, ലൈബ്രറി ഫെസിലിറ്റീസിനെ പറ്റി പറഞ്ഞു. ഇനി ഏറ്റവും ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ സ്ട്രിക്ട്നെസ്, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ കൊല്ലുക, അവിടെ ഭീകരന്മാരാണോ ക്ലാസ് ടീച്ചറായിട്ട് നിൽക്കുന്നത്, നമ്മളെ പിടിച്ച് തിന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ സ്ട്രിക്റ്റ് ആണോ വെച്ചാൽ ഞാൻ പറയും നല്ല സ്ട്രിക്റ്റ് ആണ്. എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ് വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച CBSE സ്കൂളിനേക്കാൾ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ സ്ട്രിക്റ്റ് എന്ന വാക്കിനേക്കാൾ കൂടുതൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഡിസിപ്ലിൻഡ് ആണ് എന്നാണ്. അവിടെ കറക്റ്റ് എല്ലാവരും ഡിസിപ്ലിൻഡ് ആയിരിക്കണം, എല്ലാവരും നീറ്റിന്റെ ഒരു മൂഡിലായിരിക്കണം. പക്ഷെ ഈ ഒരു മൂഡ് ഇപ്പൊ കുറച്ച് മാറുന്നുണ്ട്, ഇപ്പൊ കുറച്ച് ലൂസായി വരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് പരിപാടികൾ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പൊ കുറച്ചും കൂടെ അവിടെ പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പം കുറച്ചും കൂടെ ഡാൻസ്, പാട്ട്, ടീച്ചർമാര് കുട്ടികളായിട്ട് ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, അതൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ഇപ്പത്തെ മൂഡിനെ പറ്റിയോ എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കൊല്ലം 2022 സെപ്റ്റംബർ ബാച്ചിൽ കയറിയ എന്റെ കൊല്ലത്ത് നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എന്റെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ടോ ചോദിച്ചാൽ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എനിക്ക് ഡിസംബറിൽ ക്രിസ്മസ് കിട്ടിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ D ബ്ലോക്കിലാണ് പഠിച്ചത്. അപ്പൊ നമുക്കറിയാം D ബ്ലോക്കിനെ പറ്റി അറിയുന്നവർക്കറിയാം, ഒരു വലിയൊരു ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിന്റെ നടുവിൽ ഒരു നടുമുറ്റം പോലെ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു നടുമുറ്റം പോലെയുള്ള സ്പേസിൽ തിങ്ങി നിറഞ്ഞ കുട്ടികളെ, DJ പാർട്ടി, അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അടുത്തതിന്റെ ഇടയിൽ ആ ഒരു ക്രിസ്മസിന്റെ ടൈമിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ മോഡൽ എക്സാമോ കാര്യങ്ങളോ ഉണ്ട് തോന്നുന്നു. അപ്പൊ ആ ഒരു മോഡൽ എക്സാമിന്റെ മുന്നേ വീട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാവരും ചില്ലായി ഫ്രഷ് ആയി തന്നെയാണ് വീട്ടിൽ പോയത് ആ ഒരു സ്റ്റഡി ലീവിന്. അപ്പം പരിപാടി ഉണ്ടോ വെച്ചാൽ പരിപാടി ഉണ്ട്. പക്ഷെ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു സ്ട്രിക്ട്നെസ് ബ്രില്യനിൽ എപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവിടെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ കാര്യം ക്ലാസ് ടീച്ചർമാരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. അവിടെ ക്ലാസ് ടീച്ചർമാർ തമ്മിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഏത് ബാച്ചിനായിരിക്കും ഫസ്റ്റ് റാങ്ക് വരിക, ഏത് ബാച്ചിനായിരിക്കും നല്ല റിസൾട്ട് വരിക, ഏത് ബാച്ചിലായിരിക്കും കൂടുതൽ A+ വരിക. അപ്പം ആ ഒരു ടീച്ചർമാർ തന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ നല്ലോണം നോക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യാണ്, ഷാർപ്പണാക്കി വിടുകയാണ്. ഈ ഒരു വീക്ക്ലി എക്സാമിന് നമ്മുടെ ക്ലാസ് ഉഷാറാവണം, ഈ ഒരു വീക്ക്ലി എക്സാമിന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വേണം കൂടുതൽ A+ കിട്ടാൻ, കൂടുതൽ റാങ്ക് കിട്ടാന്നുള്ള രീതിക്ക് നമ്മളെ നല്ലോണം
നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ നല്ലോണം ഗൈഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് ടീച്ചർമാർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ക്വാളിറ്റി കൂടാണ്, ഓരോ ക്ലാസ്സിലെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കൂടാണ്. അപ്പം ആ ഒരു ഫീച്ചർ നല്ല രീതിക്കായിട്ട് തോന്നി. അതായത് ഞാനൊരു R39 ബാച്ചിലെ കുട്ടിയാണ്. അപ്പോൾ ഒരു എക്സാം, വീക്ക്ലി എക്സാം വന്ന് റാങ്ക് കഴിയുമ്പോൾ ഏത് ബാച്ചിൽ നിന്നാണ് കൂടുതൽ, അതായത് R39 ഇന്ന A+, 11 A+ ഉണ്ട് R39, പക്ഷെ R40 12 A+ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചർ പറയാണ് അടുത്ത എക്സാമിന് നമ്മുടെ ക്ലാസ്സിൽ നിന്നായിരിക്കണം കൂടുതൽ A+. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയും നല്ലോണം പരിശ്രമിക്കും, ഓരോ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കും. അപ്പൊ അത്രക്കാണ് ബ്രില്യന്റിന്റെ ക്ലാസ്സസ്, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം, എന്റെ ഹോസ്റ്റൽ വിശേഷങ്ങൾ. ഞാൻ പഠിച്ചത് ചാവറ വാലി എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. ഈ ഒരു ചാവറ വാലി ബ്രില്യന്റിന്റെ സൂപ്പർവൈസ്ഡ് കാറ്റഗറിയിലുള്ള ഹോസ്റ്റലാണ്. നമുക്കറിയാം ബ്രില്യന്റിന്റെ ഹോസ്റ്റൽ 3 തരത്തിലുണ്ടാവും: സൂപ്പർവൈസ്ഡ്, കൺട്രോൾഡ്, സൂപ്പർവൈസ്ഡ്, പിന്നെ നോൺ കൺട്രോൾഡ് ഹോസ്റ്റൽ. അതിലെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ കിട്ടിയത്. അപ്പൊ എന്റെ ഹോസ്റ്റലിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു സ്കൂളാണ്, പക്ഷേ പോസ്റ്റ് കൊറോണ അഡ്മിഷൻസ് കൂടിയപ്പോൾ ടെമ്പററി ആയിട്ട് ഇതൊരു ഹോസ്റ്റലാക്കി മാറ്റിയതാണ്. അപ്പം എനിക്ക് കിട്ടിയ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂം പോലെ ഒരു വലിയ റൂമാണ്. അതുകൊണ്ട് തന്നെ എന്റെ റൂമിൽ 5 കുട്ടികളുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ 5 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം ഫ്രാങ്ക് ആയിട്ട് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളും ബ്രില്യന്റിന്റെ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കോച്ചിങ് സെന്ററിന്റെ ഹോസ്റ്റലിൽ എന്നൊക്കെ പ്രതീക്ഷിച്ചു പോവുക വലിയ അടിപൊളി റൂം, അല്ലെങ്കിൽ 2 ആളുള്ള റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സുഖ സൗകര്യങ്ങൾ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും. പക്ഷെ അധിക ടൈമിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ചില ടൈമിൽ അങ്ങനെ അല്ലാതെയും വരാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എനിക്ക് കിട്ടിയ ഈ ഒരു ഫെസിലിറ്റി. ഇപ്പൊ സഹായിച്ച് എന്റെ റൂമിലുള്ള എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കായിരുന്നു, എന്റെ റൂമിലുള്ള എല്ലാ കുട്ടികളും നല്ലോണം വർക്ക് ചെയ്യായിരുന്നു, തമ്മിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു, നല്ല വൈബായിരുന്നു. കുഴപ്പമില്ലാത്തതുകൊണ്ട് ദൈവം സഹായിച്ച് ഞാൻ കഴിച്ചിലായി. എനിക്ക് ഒരു കൊല്ലം നല്ലോണം ആ റൂമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റി. അപ്പൊ നമ്മൾ എല്ലാ സംഭവങ്ങളും പ്രതീക്ഷിച്ചിട്ട് വേണം ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ പോകാന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. അപ്പൊ ഒരു ഹോസ്റ്റലിലെ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ നോക്കുക അവിടുത്തെ റൂമിന്റെ ഫെസിലിറ്റീസ്. അത് ഞാൻ പറഞ്ഞു 5 ആളുണ്ടായിരുന്നു, പക്ഷേ വിശാലമായിട്ടുള്ള റൂം തന്നെയാണ്, വലിയൊരു ക്ലാസ് മുറിയാണ്. അപ്പൊ 5 ആൾക്കും ടേബിൾ ഉണ്ട്, 5 ആൾക്കും സെപ്പറേറ്റ് ബെഡ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 5 ആൾ ഉണ്ട് എന്നുള്ള ഫാക്ട് എനിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ യൂസ്ഡ് ആയി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഫുഡാണ്, വലിയ ഹൈപ്പ് കയറ്റാനില്ല. വീട്ടിലത്തെ ഫുഡാണോ ബ്രില്യന്റത്തെ ഫുഡാണോ എന്നൊക്കെ കമന്റ് കണ്ടായിരുന്നു. അപ്പൊ കണ്ണും പൊട്ടി ഞാൻ ഉറക്കത്ത് പറയും വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് ബെറ്റർ, അതിന്റെ അത്ര ഒരു ഫുഡ് എത്തൂല. അപ്പൊ ബ്രില്യന്റത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫുഡായിരുന്നു. എനിക്ക് കിട്ടിയത് ബ്രില്യന്റ് ചാവറ വാലി പബ്ലിക് സ്കൂളിന്റെ ആ ഒരു റെസിഡൻസ് കുട്ടിയൊക്കെ കിട്ടുന്ന ഫുഡായിരുന്നു. ഞങ്ങൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ ആയതുകൊണ്ടും ഈ ഒരു ചാവറ വാലി സ്കൂൾ സ്റ്റുഡൻസിന്റെ കൂടെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് അവരുടേതായിരുന്നു. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്, വലിയ ഹൈപ്പ് കയറ്റല്ല. പക്ഷെ എല്ലാ ഫുഡും നല്ല ക്വാണ്ടിറ്റിയിൽ സമയാസമയം ഞങ്ങൾക്ക് സെർവ് ചെയ്യും. കറക്റ്റ് 7:30 എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഡിന്നർ, പിന്നെ കറക്റ്റ് രാവിലെ നമ്മുടെ ക്ലാസ് പോകുന്നതിന് മുന്നേ തന്നെ ചൂടോടൊക്കെയുള്ള ഫുഡ്, അതൊക്കെ കാര്യങ്ങൾ പക്കയായിരുന്നു. വലിയ കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. പിന്നെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഒരു സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലായിരുന്നു, എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആ കാര്യങ്ങളൊന്നും അല്ല. റൂം തന്നെ ഒരു ക്ലാസ് റൂമാണ്, അപ്പൊ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പൊ എനിക്ക് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂം ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്, തിരുമുന്ന കല്ലുണ്ട്, നല്ല വൃത്തിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. പക്ഷെ അറ്റാച്ച്ഡ് ബാത്റൂം, ഐഡിയൽ ആയിട്ടുള്ള 2 ആളുടെ റൂം എന്നുള്ള സെറ്റപ്പിൽ മാത്രം നമ്മൾ ആലോചിച്ച് പോയത് നമ്മൾ ഡിസപ്പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വാർഡനാണ്. നമ്മുടെ ക്ലാസ് ടീച്ചറിനെ പറ്റി നേരത്തെ ഞാൻ കഴിഞ്ഞ പാർട്ട് പറഞ്ഞില്ലേ, ഒരു നീതു മാം ഉണ്ടായിരുന്നു, ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ഹോസ്റ്റലിലെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ബ്രില്യന്റിലെ ഒരു ക്ലാസ് ടീച്ചർ നമുക്ക് വാർഡൻ ആയിട്ടുണ്ടാവും. അപ്പൊ അത് മെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും. ഞങ്ങളുടെ സ്റ്റാഫിന്റെ പേര് അജയ് സാർ എന്നായിരുന്നു. ഈ അജയ് സാർ ആയിരിക്കും പിന്നെ ഒരു കൊല്ലക്കാലം ഹോസ്റ്റലിൽ നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നമ്മുടെ ഒരു പഠനം എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അജയ് സാർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബുള്ള സാറായിരുന്നു. ആ ഒരു കാലം കണ്ടിട്ട് ഞങ്ങൾ നല്ലൊരു റാപ്പോർട്ട്, നല്ലൊരു ബന്ധമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ സാറിനെ വിളിക്കും, സാറും കേക്ക് മുറിക്കും, സാറും കുറച്ച് കഷ്ണങ്ങളൊക്കെ കഴിക്കും. അതിന് നല്ല അത്യാവശ്യം വൈബുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളെ പഠന കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ലോണം പഠിക്കണം എന്ന് എപ്പോഴും പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൂമുകളൊക്കെ വന്ന് ചെക്ക് ചെയ്യും, നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. ഒരു ഹോസ്റ്റൽ വാർഡന്റെ വേറൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്യാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വീക്ക്ലി എക്സാം ആണ് ബ്രില്ലിലെ ഏറ്റവും കോർ ആയിട്ടുള്ള സംബന്ധം. ഈ ഒരു വീക്ക്ലി എക്സാം എഴുതുമ്പോൾ നമുക്കൊരു വീക്ക്ലി എക്സാമിന്റെ സ്കോർ കാർഡ് ഉണ്ടാവും. ഈ സ്കോർ കാർഡ് 2 ആളാണ് ഒപ്പിടുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് ടീച്ചർ ഒപ്പിടുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട്, അത് ചീത്തയാണെങ്കിൽ ചീത്ത, നല്ലതാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കേൾക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ വൃത്തിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റൽ വാർഡന്റെയിലും കൊണ്ടു കൊടുക്കണം. ആ ഹോസ്റ്റൽ വാർഡന്റെ സൈനും നമ്മൾ ക്ലാസ് ടീച്ചറെ അടുത്ത ഒരു എക്സാം ആകുമ്പോഴത്തേക്ക് സ്കോർ കാർഡ് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു ഹോസ്റ്റൽ വാർഡന്റെ അടുത്ത് അഥവാ ലോ മാർക്ക് അല്ലെങ്കിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു കുട്ടി പെട്ടെന്ന് പെർഫോമൻസ് കുറഞ്ഞു പോയിട്ട് അങ്ങനെ ഒരു മാർക്കാണ് കാണിക്കുന്നെങ്കിൽ വായിലുള്ളത് മൊത്തം കേൾക്കും, എന്താണ് പഠിക്കാത്തത്. പിന്നെ ആ ഒരു കുട്ടീനെ സ്പെഷ്യലായിട്ട് നോക്കും, ഇവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇവനെങ്ങനെ മാർക്ക് കുറഞ്ഞേ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ
പഠിക്കേണ്ട ഒരു അവസരമൊക്കെ വരും. അപ്പൊ ഈ ഒരു ഹോസ്റ്റൽ വാർഡ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം കാണിക്കേണ്ട ഒരു കേസും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കും. കാരണം പഠിച്ചില്ലെങ്കിൽ ആ ഹോസ്റ്റൽ വാർഡിനോട് നല്ല ചീത്തകളി കേൾക്കും. അപ്പൊ നല്ലോണം പഠിക്കുക തന്നെ വേണം. പിന്നെ ഫോണിന്റെ കാര്യം, ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ, ഈ ടച്ച് ഫോൺ ഫുൾ ടൈം അലൗഡ് അല്ലായിരുന്നു. ബ്രില്യന്റിലെ ഏത് കൺട്രോൾഡ് ഹോസ്റ്റലിലുള്ള റൂൾ പോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഫോൺ തരും. അത് അരമണിക്കൂർ മാത്രമാണ് തരിക. ആ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അച്ഛനും അമ്മേനൊക്കെ വിളിച്ച് ഫോണൊക്കെ കട്ട് ചെയ്ത് തിരിച്ച് ഫോൺ ആ വാർഡന്റെ കീശയിൽ കൊടുക്കണം, അല്ലെങ്കിൽ വാർഡന്റെ ആ ഒരു മേശയിൽ വെക്കണം. അപ്പൊ എത്രയൊക്കെയുള്ള ഫോണിന്റെ യൂസ്. പിന്നെ സ്റ്റഡി റൂം അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വൈഫൈ കണക്ഷൻസ് ഒക്കെ ഉള്ള സ്റ്റഡി റൂം മേലെ ഉണ്ടായിരുന്നു. ആ സ്റ്റഡി റൂമിലായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് അധിക ടൈം, ഹോസ്റ്റലിലെ ഭൂരിഭാഗം ടൈമും ആ ഒരു സ്റ്റഡി റൂമിലാണ് ഞാൻ ചെലവഴിച്ചത്. കാരണം ഞങ്ങളുടെ പല റൂമിലും 4-5 കുട്ടികൾ ഉണ്ടാവും. അപ്പൊ 4-5 കുട്ടികൾക്ക് ഒച്ചത്തിൽ വായിക്കുക, അല്ലെങ്കിൽ 4-5 കുട്ടികൾ അറ്റ് എ ടൈം ഒരുമിച്ച് പഠിക്കുക. പല കുട്ടികൾക്ക് പല ടൈമിലായിരിക്കും ഉറങ്ങണ്ടേ, എണീക്കണ്ടേ, അങ്ങനെ ഒരു ഹറിബറി ഉള്ളത് കൊണ്ട് തന്നെ പകുതി കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് കുറച്ച് കുട്ടികൾ സ്റ്റഡി ഹോളിൽ പോയിട്ട് പഠിക്കും, കുറച്ച് കുട്ടികൾ റൂമിൽ നിന്ന് പഠിക്കും. അപ്പൊ ഞാനെന്നൊക്കെ പറഞ്ഞാല് സ്റ്റഡി ഹോളിൽ പഠിക്കുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു. അപ്പൊ സ്റ്റഡി ഹോളിൽ പോകും, ക്വസ്റ്റ്യൻ പേപ്പർ വെക്കും, അന്നത്തെ തെറ്റി ഉത്തരം പഠിക്കും, അടുത്ത ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യും. സ്റ്റഡി ഹോളിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല മൂഡ് തന്നെയായിരുന്നു. പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും, പഠിക്കാനുള്ള എല്ലാ മൂഡുള്ള ഒരു ഹോസ്റ്റൽ തന്നെയായിരുന്നു. എന്റെ എക്സ്പെക്ടേഷൻസ് മാറിപ്പോയ കുറച്ച് കാര്യങ്ങളാണ് ഈ റൂമിന്റെ കാര്യങ്ങൾ, പിന്നെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കാര്യങ്ങൾ, പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ. ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഹോസ്റ്റൽ മേറ്റ്സിന് 2-3 ആൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമായി. ഞങ്ങളുടെ കുറെ ടൈം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവരെ കാണിക്കാൻ പോവുക, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്റെ ഈ ഒരു കൊല്ലകാലത്ത് എനിക്ക് ബ്രില്യന്റിനെ പറ്റി കുറച്ചെങ്കിലും നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ പക്കയായിരുന്നു. പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി, തന്റെ ആഗ്രഹത്തിലെത്താൻ, തന്റെ ഗോളിൽ എത്താനുള്ള ഒരു വ്യക്തിക്ക് പറ്റിയൊരു ഹോസ്റ്റൽ അല്ലെങ്കിൽ പറ്റിയൊരു മൂഡ് തന്നെയാണ് ബ്രില്യന്റ് ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ ഇത്രക്കാണ് എന്റെ ബ്രില്യന്റത്തെ സ്റ്റോറി. വളരെ റോ ആയിട്ട്, വളരെ നടന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റിയും ഈ ഒരു ബ്രില്യന്റ് അക്കാഡമിക് ബ്ലോക്കിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇതിൽ മായം കലർത്തിയിട്ടൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതൊരു ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്ററിന്റെ എതിരായിട്ട് പറഞ്ഞല്ല, ഒരു കോച്ചിങ് സെന്ററിനും വേണ്ടി പറഞ്ഞല്ല. എന്റെ ജീവിതത്തിൽ എന്റെ MBBS എന്ന ലക്ഷ്യത്തിൽ, എന്റെ ഈ ഒരു സ്വപ്നത്തിൽ എത്താൻ ബ്രില്യന്റ് വലിയ പങ്കാണ് വഹിച്ചത്. അപ്പൊ ആ ഒരു ബ്രില്യന്റിൽ ഞാൻ ഒരു കൊല്ലക്കാലം എന്തൊക്കെയാണ് അനുഭവിച്ചത്, എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വളരെ റോ ആയിട്ട് നിങ്ങളോട് പറയണം തോന്നി. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തത് ഞാൻ 2022 റീറിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ട ബ്രില്യന്റ് ഹോസ്റ്റൽ, അല്ലെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെട്ട R39 ബാച്ച്, അല്ലെങ്കിൽ എനിക്ക് അസൈൻ ചെയ്ത ഈ ഒരു ചവറവേലി ഹോസ്റ്റൽ എന്തായിരുന്നു. ഇതാണ് റോ ആയിട്ടുള്ള കണ്ടന്റ്, ഇതാണ് അവിടെ നടന്നതെന്ന് നിങ്ങളോട് പറയാൻ മാത്രമാണ്. ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റലിന്റെ കാര്യം വെച്ചിട്ട് ആരും അടുത്ത അഡ്മിഷനും കാര്യങ്ങളും ഒന്നും തീരുമാനിക്കട്ടെ. നമ്മൾ എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് പോവാണ്ട് നമ്മൾ നീറ്റ് എന്ന സ്വപ്നത്തിലാണ് അവിടെ പോകുന്നത്, നമ്മൾ MBBS എന്ന ഗോളിൽ എത്താൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നതെന്ന് മാത്രം അറിയിച്ച് അവിടെ പോവാ, നല്ലോണം വർക്ക് ചെയ്യുക. അവിടെ പോകാൻ ചിലപ്പോൾ ഉഴപ്പാനുള്ള കേസസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എന്റെ റൂമിൽ 5 കുട്ടികളുണ്ടായിരുന്നു. ഈ ഒരു 5 കുട്ടിയിൽ ഒരു 2 കുട്ടികൾ ഉഴപ്പന്മാരാണല്ലോ, എന്റെ കഥ കഴിഞ്ഞില്ലേ, എനിക്ക് ആ കൊല്ലവും നീറ്റ് കിട്ടൂല. ഞാൻ ഒരു റീ റിപ്പീറ്റർ അല്ല, സൂപ്പർ റിപ്പീറ്റർ സ്റ്റോറി ഇട്ട് ഇരിക്കേണ്ട ഒരു കേസ് വരെ ആയിരിക്കും. പക്ഷെ എന്റെ ഒരു റൂംമേറ്റ്സ്, എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, ആ ഒരു സർക്കിളിനും ആ ഒരു റൂംമേറ്റ്സിനും ഒക്കെ വലിയ റോളാണ് ഈ ഒരു റിസൾട്ടിലുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ചുറ്റിലും പല കുട്ടികളും ഉണ്ടാവും നമ്മുടെ നാശത്തിനും, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മളെ കണ്ണു വെക്കാനും, നമുക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നമ്മളെ തകർക്കാനൊക്കെ നോക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. കാരണം അവിടെ എക്സ്ട്രീംലി ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൂഡായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ ഒഴിവാക്കേണ്ടവരൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സോണിൽ നീറ്റ് എന്ന സ്വപ്നം, അല്ലെങ്കിൽ MBBS എത്തണം, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റിൽ എത്തണം എന്നുള്ള സ്വപ്നത്തിൽ എത്തുന്നവരെ നമ്മൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യുക. ചുറ്റിലും എന്ത് കാര്യങ്ങൾ നടന്നോട്ടെ, നമ്മൾ ഏത് കോച്ചിങ് സെന്ററിലായിക്കോട്ടെ, ബ്രില്യന്റിലായിക്കോട്ടെ, സൈലത്തിലായിക്കോട്ടെ, എവിടെ പഠിച്ചവരാണെങ്കിലും നമ്മൾ എത്തേണ്ടടുത്താണെങ്കിൽ എത്തും. ഈ ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഈസ് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഈ കോച്ചിങ് സെന്ററുകാർ എല്ലാവരും ചെയ്യുന്നത് ജസ്റ്റ് ഫെസിലിറ്റീസ് ഒരുക്കുക, ആ ഒരു സിസ്റ്റം ഒരുക്കുക, ആ ഒരു എൻവയോൺമെന്റ് ഒരുക്കുക എന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എനിക്ക് കോറായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു എക്സാം ആണ്. അപ്പൊ ഇവർ ഒരുക്കുന്ന എന്താ, എക്സാം ആണ്. ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആരാ, നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്കുള്ള ക്രെഡിറ്റ് നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ നല്ലോണം പഠിച്ചാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എന്തായാലും എത്തും. അത് ഏത് കോച്ചിങ് സെന്റർ പഠിച്ച കുട്ടിയാണെങ്കിലും പഠിക്കേണ്ട പോലെ പഠിച്ചാൽ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇത്രയൊക്കെയായിരുന്നു ബ്രില്യന്റ് സ്റ്റോറി എന്ന് പറഞ്ഞ എന്റെ വീഡിയോ. എന്റെ ബ്രില്യന്റ് ക്യാമ്പസ് ലൈഫ്, അല്ലെങ്കിൽ എന്റെ ബ്രില്യന്റ് ഹോസ്റ്റൽ ലൈഫിനെ പറ്റി ജസ്റ്റ് നിങ്ങളോട് പ്രോ ആയിട്ട് ഷെയർ ചെയ്യണം തോന്നി. അങ്ങനെ നടന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരോട് ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ബൈ.